എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എം.ആർ.സി ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാംസങ്ങിൻ്റെ ഒരു ബ്ലൂറേ പ്ലെയറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ബ്ലൂറേ പ്ലെയർ കസ്റ്റമറെ കൊണ്ടുവന്നതാണ്. കസ്റ്റമർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോവും. ആ ഓഫ് എന്ന് എഴുതി കാണിച്ച് ഓഫായി പോവും എന്നാണ് കസ്റ്റമറിൻ്റെ ഒരു കംപ്ലയിൻറ്റ്. നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന കംപ്ലയിൻ്റ് ആണോ, എന്താണ് ഇതിലുള്ള കംപ്ലയിൻറ്റ് കാര്യങ്ങളെന്ന്. ഞാനിപ്പോൾ പവർ കൊടുത്തിട്ടുണ്ട്. പവർ കൊടുത്ത് ഞാൻ പവർ ഓൺ ചെയ്തു. ഇവിടെ ഈ സ്വിച്ചിൽ നോക്കി പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ USB എന്ന് കാണിച്ചിട്ടുണ്ട്. നോ USB എന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഫാൻ NG. ഇത് ഈ ടൈപ്പ് മോഡൽസ് സാംസങ്ങിന് വരും, LGക്കും വരും. ഫാൻ NG എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് ഓഫിലോട്ട് പോകും. ഇതിൻ്റെ ഫാന് വർക്ക് ചെയ്യാത്തത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഫാന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഫാൻ. അപ്പോൾ ഇതിൻ്റെ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ കൊടുത്തിട്ട് ഓൺ ചെയ്ത് കണ്ടോ, ഫാന് കറങ്ങുന്നില്ല. ഫാന് കറങ്ങാത്തത് കൊണ്ടിട്ടാണ് കണ്ടോ, ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ അത് മാറി നിൽക്കുന്നുണ്ട്. ഈ നോ ഫാൻ NG എന്നുള്ളത് മാറി നിൽക്കുന്നുണ്ട്. ഈ ഫാനിൻ്റെ കണക്ടർ ഉണ്ടല്ലോ, ഈ കണക്ടർ ഇവിടെ നിന്ന് ഊരിയിട്ട് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അവിടെ വോൾട്ടേജ് ഉണ്ട്. നമുക്ക് ഈ ഫാൻ അഴിച്ച് ഒന്ന് വെളിയിൽ ഒരു പവർ സപ്ലൈ കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് എത്ര വോൾട്ടാണ്? 12 വോൾട്ട് 0.11 ആംബിയറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫാനാണ്. ഓക്കെ, ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇത് അഴിക്കണം. ഈ കണക്ടറിൽ നിന്ന് ഇതിൻ്റെ കണക്ഷൻ അഴിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ ഞാൻ പവർ സപ്ലൈ, അതായത് ബെഞ്ച് പവർ സപ്ലൈയിൽ 12 വോൾട്ട് എടുത്തിട്ട് അതിലിത് കണക്ട് ചെയ്യണം. ഈ ഫാന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം. ഈ ഫാന് വർക്ക് ചെയ്യുന്നില്ല. ഫാന് കംപ്ലൈൻ്റ് ആണ്. ഫാന് കറക്കി വിട്ടാൽ മാത്രമേ കറങ്ങുന്നുള്ളൂ. ഇപ്പോൾ ഈ ഫാന് കറക്റ്റ് സ്പീഡിൽ റണ്ണിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം ഇത് നമ്മൾ കറക്കി വിടുമ്പോൾ മാത്രമായിരുന്നു കറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് കറങ്ങുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് സ്റ്റോപ്പായി. ഇതിലിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സെയിം ഫാന് ഇല്ല. എൻ്റെ കയ്യിൽ ഇതിനെങ്ങാട്ടി എത്തിയിട്ട് ചെറിയ ടൈപ്പ് ഒരു ഫാനുണ്ട്. ഇതും 12 വോൾട്ട് 0.10 ആംബിയറാണ്. മറ്റേത് 0.11 ആംബിയറാണ്. അപ്പോൾ ഇതൊന്ന് കണക്ഷൻ കൊടുത്ത് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്കൊന്ന് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ കണക്ടർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം ആ ഒരു എറർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ ഫാന് കറക്റ്റായിട്ട് സ്പിൻ ആവുന്നുണ്ട്. ഇവിടെ USB എന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാനായിരുന്നു ഇതിൽ പോകുന്നത്. ഫാന് സ്റ്റക്കായിരുന്നു. ഓക്കെ, നമുക്ക് ഈ ഫാൻ തന്നെ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാം. ഇത് നല്ല ഒരു ബ്ലോവർ, നല്ലൊരു ഇത് എയർ എടുക്കുന്ന ടൈപ്പ് പിന്നെ ഫാനാണിത്. ചെറിയ
ഇത് നമ്മൾ ചെറിയ ആംപ്ലിഫയറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ടൈപ്പ് ഫാനാണിത്, ചെറിയ ആംപ്ലിഫയറൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ മാത്രമായിരുന്നു ഇതിൽ കംപ്ലയിൻറ്റ്. വേറെ ഫാൻ വെച്ചപ്പോഴത്തേക്കും ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലിനി വേറെ ഒരു കുഴപ്പങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.